അധ്യാത്മരാമായണ പാരായണം 17-ാം ദിവസം. സുഗ്രീവ രാജാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമങ്കദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചേകനേ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിന സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ സ്നാത്വാ ജഗാമരഘൂത്തമസന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുദ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളൊരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയ രാജാധിപത്യം നിനക്കു തന്നീനി പൂജനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പൂകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാദരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യവരാജാർത്ഥം അഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുകനീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചതുർമാസ്യമാകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കി താനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമസഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടു ധാരാത്മജയസമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേനെ സൗമിത്രിയോടു സുഗ്രീവനും ചെന്നുപുരി പുക്കഭിഷേകവും ചെയ്തു. വന്നിതു രാംബാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കിയകിരോ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഊർണതമൂർധ്വ ശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദവരിഷ ഹിമാതപവാരണം പാദപവൃന്ദഫലമൂല സഞ്ചിതം. തത്രൈവ വാസായ രോജയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം. തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ
പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിന സ്ഥാവര ജംഗമാജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതിനായി ഏകാന്തദേശേ മരുവും ദശാന്തരെ ഏകദാ വന്നിച്ചു സൗമിത്രി സസ്പൃഹം. രാഘവനോടു ചോദിച്ചരുളി ഞാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപരെ വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായ ദാസനായുള്ളോരടിയന് മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ചതു നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിലവസാനം ഇല്ലെന്നറിയുക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴക്കയാ. തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്ന ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്കാം മാമിടോ. ഹൃൽക്കമലത്തിങ്കലാകിലുമാ പുനരഗ്നി ഭവാങ്കലാകിലുമാമിടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിതലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയേ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശീലയാ. പ്രതിമാസ ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപൂജാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരം ഒക്കെ പ്രസാദമെനിക്കെന്നറിയുക നീ. അഗ്നോ യജിക്കവഹ വിസ്സുകൊണ്ടാദര അർക്കനെ സ്തണ്ടിലെത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ ഭാര്യയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജാദികളെന്തു പിന്നെ പറയണമോ ഞാനിടോ. വസ്ത്രാജിനക കുശാദ്യങ്ങൾ ആലസമുത്തമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സന്മുഖോ ശാന്തനായി ചെന്നിരുന്നാവിർമുത ലിപിന്യാസം കഴിക്കണം.
ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്ത സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപാർക്കാർത്ഥമാ ചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടവും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസജ്ഞ തടിദുജ്വല ഹൃൽക്കലമലെ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തം എന്നുറയ്ക്കണം. ഇളക്കവും കൂടാതെ ആവഹയെ പ്രതിമാദിഷു മൽക്കല ദേവസ്വരൂപമാ ധ്യാനിക്ക കേവലം പാദ്യാവുമർഘ്യം തഥാ മധുപർക്കമിത്യാദി പുനഃസ്നാന വസ്ത്രവിഭൂഷണ എത്രയുണ്ടെന്നുള്ള ഉപചാരം എന്നാലേ തത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്ത പ്രകാരേണ നീരാജനയ ധൂപദീപർ നിവേദ്യർ ബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കമറിക നീ. ഹോമമഗസ്ത്യോക്ത മാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമിടോ ചിത്തതാരിങ്കൽ നിനക്കു കുമാരാ നീ. ഔപാസനൗഘൗ ചരുണ ഹവിഷാദ സോപാധിന ചെയ്ക ഹോമം മഹാമതേ. തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്തഭരണ വിഭൂഷിതം കേവലം മാമേവ വഗ്നിമധ്യേ സ്ഥിതം ധ്യാനിക്ക ഹോമകാലേ. ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പരിഷദാന ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേന്ദ്ര മന്ത്രവൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയ ഭക്തവാസസാഗവല്ലീ ദലാദിയും ദത്വാമദഗ്രേ മഹാപ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാതെയും ചെയ്തു പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാകെ നിധാനായ അനന്തപൂർവകം രക്ഷമാഘോര സംസാരാദി ദിമുഹുരുത്വ നമസ്കാരവും ചെയ്താനന്തരം ഉദ്വസിപ്പിച്ചുട പ്രത്യമഹാസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരുമൈഹിക സൗഖ്യങ്ങളന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലം ഉണ്ടവനെന്നതും ഭക്തിപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതന ലക്ഷ്മണൻ തന്നോട് ശേഷമിതമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിന. ഹാ ജനകാത്മജേ സീതേ മനോഹരേ. ഹാ ജഗന്മോഹിനി നാദേ മമ പ്രിയേ.
ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യന്മാരോടു മരുവും ചില നേരം. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം. ഹനുമൽ സുഗ്രീവ സംഭാഷണം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം. കേൾക്ക കപീന്ദ്ര, നിനക്കു ഹിതങ്ങളാ വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തിരി കൂത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിപ്പിലേതുമേ എന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാ കുപിപുങ്കവൻ, ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ, മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജനപൂജന താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശ്വാ വാ പരശ്വാദ വാ തവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേനെ വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതിലില്ലേതുമേ. മാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നെ വാക്കു കേട്ടഞ്ജസാ ഭീതിനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിന. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തും എത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സപ്തദീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കപിവീരരെ പാരാതയ്ക്കു സന്ദേശ പത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരേണം കപികുലം. പക്ഷം കഴിഞ്ഞു വരുന്നുവെന്നാകിലോ വന്ദ്യനവനിതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ. അഞ്ജനാ പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളമന്ദിരം പുക്കിരുന്നീടിന. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാൻ അഭിമത ദത്തപൂർവം. കപീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥ മതിദ്രുതം. പോയിതു ദാനമാനാദി തൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥ മതിദ്രുതം. പോയിതു ദാനമാനാദി തൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥം അതിദ്രുതം. ശ്രീരാമവിരഹതാപം.
രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിന പാപമയ്യോ മമ കാൺക കുമാരാനി ജാനകീദേവി മരിച്ചിതോ കുത്രച്ചിൽ മാനസതാപേനെ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചതും അറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോട് സംതൃപ്തനാ ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയം ഇതുമതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്ര ശീതാംശുക്കളല അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജേ സുഗ്രീവനും ദയാഹീനനെത്രേ തുലോ ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടം എന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരി ആകാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രൂധനായൊരു സൗമിത്രീ ചൊല്ലിന വന്ദ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനവദ്യ തവാന്തികം ആജ്ഞാഭയാശുമാമിന്നു പറഞ്ഞതി പ്രാജ്ഞാജ്ഞയായൊരു സുമിത്രാതനയനും ആദായ ചാപതൂണീരഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമദ്യുബ്ധുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടൊന്നു നീ എന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നീവരു ബാലിയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനും പോകാമറിക നീ ഇത്തം അവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേനെ വന്നാൽ അതിനനുരൂപമാ ആകൂതമോർത്തു കർത്തവ്യമനന്തരം വേഗേനെ വന്നാൽ അതിനനുരൂപമാ ആകൂതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണൻ സുഗ്രീവനെ കാണുവാൻ പോകുന്നത്. അഗ്രജന്നാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജം പ്രതി നടന്നിടിന കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം
വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാപരാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മോഹ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂത്തതാ രാമനായി മാനുഷ വ്യാപാര ജാതയ രാമായണാഭിധാമാനന്ദ ദായിനി സൽക്കഥ മിപ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകുല ദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ സത്വാദികള ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ കാമാദികളാല വിലിപ്തനവ്യയൻ വ്യോമവദ്യോപ്ത അനന്തനാനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ജയാതെ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടതു മർക്കടന്മാരവനെ കണ്ടു പീഡിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ വപ്രോ പരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങു ഇങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെ ഒക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദധ്യനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലുക വൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണനാഗതൻ ആയതറിഞ്ഞതാ തൽക്ഷണമംഗതൻ ഓടിവന്നിടിന ശാഖാ മൃഗങ്ങളെ ആട്ടിക്കളഞ്ഞുതാ ഏകനാൾ ചെന്നു നമസ്കരിച്ചിടിന പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിന ഗച്ഛവത്സ ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥമ വിളംബിതം വരും ഉഗ്രനാമഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകുന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നിലുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിന കോവേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭഗത്തിനി
കാപേയഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തല്ലായകലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരന മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിന അംഗദനോടു കൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവമയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിന. താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരെ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേനെ കാട്ടി കലുഷഭാവത്തെയും തീർക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിന. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സംവിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിന. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയ സാധ്യമെല്ലാം ദ്രുതം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടു മന്ദം മന്ദം നടന്നിതോ. യൂതവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരിശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താര ജഗന്മോഹമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായ എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കബീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറുമിജാതികൾ ഓർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ധീരനാ. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായ വേണം ദയാനിധേ ഭക്തപരായണ. നാനാ ദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിന്നും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാണാവിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചര കുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്വാനിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്നിച്ചു കാര്യവുമാശു സാധിക്കാമെങ്കിലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിസ്തൃതനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്നിച്ചു. മത്തനാ വിഹ്വലിതേക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ. നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രകരസ്ഥിതമെന്നറിയുക നീ. അഗ്രജൻ മാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിന് ഉത്തരം മാരുതപുത്രനും
ചൊല്ലിന ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയം അമ്മാറു കണ്ടീലയോ ഭവാ വേഗേന നാനാധിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ മാനരവീരരെ ശ്രീരാമകാര്യമശേഷണ സാധിക്കും ആമയമെന്നിയെ വാനരനായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരുടല്ലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിന ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിടിന ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമസന്നിധിയിൽ പ്രവേശിക്കുന്നത് അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശങ്കാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗത ദ്വൈരലന അഞ്ജസാവാനരസേനയോടും തഥാ ചാമരശേത തപത്ര വ്യജനവാൻ സാമര സൈന്യന ഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോടു നടന്നു കപിവരൻ ഗഹ്വരദ്വാരി ശിലാതലെ വാഴുന്ന വിക്വലമാനസം ചീരാജിനധരം ശ്യാമം ജഡാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനൻ ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂര കപിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിന വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമ പാദാരവിന്ദാദികെ വീണു പൂജിച്ചു ഭക്ത്യാ നമസ്കരിച്ചിടിന ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിന സൗഖ്യമല്ലേ ഭവാൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിന ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ കല്യാണ രാമ കമനീയ രാമ
കല്യാണ രാമ കമനീയ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജയ രാമ